ട്രേഡേഴ്സ് ഇതൊരു ഡെസ്റ്റിനേഷൻ വീഡിയോ ഒന്നും അല്ല. നമ്മുടെ ട്രേഡെല്ലാം ക്ലോസ് ആയി. ഞാനേ ചെറിയൊരു ട്രാവലിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പോയി സമാധാനപരമായി ഇരുന്നിട്ട് നമ്മുടെ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റാവും. സോ പിന്നെ വന്ന് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. അപ്പോൾ ഏകദേശം നല്ല രാത്രിയിലേ പിന്നെ അത് അപ്ലോഡിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പോകുന്നതിന് മുന്നേ ആ ജോലിയും കൂടെ തീർത്താൽ പിന്നെ ഇന്ന് വളരെ റിലാക്സ് ചെയ്ത് പോയാൽ മതിയല്ലോ. സോ നമ്മുടെ ലാപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ട്രേഡെല്ലാം ഞാൻ ക്ലോസ് ചെയ്തു. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് കുറച്ച് ദൂരം പോയാൽ മതി. അപ്പോൾ എവിടെ ഇരുന്ന് എവിടെ ഇരുന്ന് ചെയ്യും എന്ന് വിചാരിച്ചപ്പോൾ ഞാനോട് എനിക്ക് തോന്നിയൊരു സ്പോട്ടാണിത്. ഈ റോഡിൻ്റെ എൻഡെന്ന് പറയുന്നത് ഒരു കായലിൻ്റെ സൈഡാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് എൻഡ് ചെയ്യുന്ന ഒരു കായൽ, ഒരു ലേക്കിൻ്റെ സൈഡിലാണ്. അവിടെ ഒരു ചെറിയ ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ ബോട്ടുകളൊക്കെ വന്ന് അടുപ്പിച്ച് നമ്മുടെ സർക്കാർ ബോട്ട് സർവീസ്, പിന്നെ ഹൗസ് ബോട്ട്, അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ വന്ന് അടുപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിവിടുത്തെ ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ ഒരു കുരിശടി അടിപൊളിയായിട്ട് ആ ബോട്ട് ജെട്ടിയുടെ സൈഡിൽ നിൽപ്പുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് രാത്രി കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പം എത്രത്തോളം അതിനൊരു ഭംഗിയുണ്ടെന്നോ രസമുണ്ടെന്നോ അറിയത്തില്ല. ഈ മൊബൈലിൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഷെയ്ക്കാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമ്മളിപ്പോൾ റോഡിൻ്റെ എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ആ ബോട്ട് ജെട്ടിയും അവിടുന്ന് കായലിലേക്കുള്ളൊരു വ്യൂ ഒക്കെ. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അവിടെയാണ് വണ്ടി ഇടാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ആ ചേട്ടൻ മീനോ എന്തോ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു നല്ലൊരു ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ, ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ്. എങ്ങനെയുണ്ട് വ്യൂ? ഞാൻ വണ്ടി കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. പൊളി വ്യൂ അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ബോട്ട് കെട്ടി. ജസ്റ്റ് ഇതൊന്ന് മടക്കിയാൽ ഓക്കെ. അത് ഊരിപ്പോന്നു തോന്നുന്നു. സാരില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമൊക്കെ അടിപൊളിയാണ്. കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിലും ഭംഗിയായിരിക്കും. ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് ഇല്ല. അവിടെ നിന്ന് ട്രേഡ് ചെയ്താലും നല്ല രസമായിരിക്കും. പക്ഷേ സീൻ എന്നാന്ന് പറഞ്ഞാൽ വെളിയിലിറങ്ങുന്ന ചെയ്യലൊന്നും നടക്കില്ല. കാരണം 12:45 32 ഡിഗ്രിയാണ് വെളിയിൽ കാണിക്കുന്നത്. സോ നമുക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ഞാനപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. 2 കട്ട്ലേറ്റ് പറഞ്ഞു. ജസ്റ്റ് നമുക്ക് അത് കഴിച്ചുകൊണ്ട്, കാരണം വിശപ്പിൻ്റെ ഉൾവിളി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല റെസ്റ്റോറൻ്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിലോ അറിയാമെങ്കിലോ കയറുക, നല്ലതാണ്. 2 കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നടക്കാം. ഇവിടെയൊക്കെ മുഴുവൻ പായലാണ് കണ്ടോ. ഇതൊക്കെ അത് ആരെയും ക്ലീൻ ചെയ്യുന്നതിന് ഒന്നിനും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഹൗസ് ബോട്ട് കണ്ടോ, ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടും കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ടാണ് ഈ പായൽ കൂടുതൽ ഇങ്ങോട്ട് അടിയുന്നത്. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബോട്ട് കെട്ടിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി ഡെക്കാത്തലിന് വല്ലതൊക്കെ പോകുമ്പോൾ വേണം ഒരു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടേബിൾ ആൻഡ് ചെയർ പോലെയുള്ള എന്തെങ്കിലും, നമ്മുടെ വണ്ടിയിൽ മടക്കിയിടാൻ പറ്റുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ പള്ളിയുടെ കുരിശടി. അത് നല്ല അടിപൊളിയാണ്. രാത്രി കാണാൻ അവിടെ ലൈറ്റൊക്കെ ഇട്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം. അതിൻ്റെ ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടില്ല. കായലിൽ നിന്ന് ഇപ്പോൾ ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും നമുക്ക് അവിടുന്ന്. അപ്പോൾ അത് നല്ല രസമാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും. ഇവിടെ നിന്ന് ആ തെങ്ങ് നിൽക്കുന്നതുകൊണ്ടേ അത്ര അങ്ങോട്ട് കാണാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പുറത്തൊരു ചേട്ടൻ മീനിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഒരു കട്ട്ലേറ്റ് കഴിഞ്ഞിരിക്കുന്നു, അടുത്തതിലോട്ട് കടന്നിരിക്കുന്നു. 2 എണ്ണം വാങ്ങിയിട്ടോ. വിശക്കുന്നു. ഒരുപാട് ഏർലി മോർണിംഗിൽ ഭക്ഷണം കഴിച്ചതാണ്. നമ്മൾ നേരത്തെ കണ്ട ബോട്ട് നമ്മളെ താണ്ടി അങ്ങനെ ദൂരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വെള്ളമൊക്കെ കിടപ്പുണ്ട്. അതിലും യൂട്യൂബിൻ്റെ എംബ്ലമൊക്കെ കുത്തിയിട്ടുണ്ട്. ഏതോ യൂട്യൂബറുടെ ആണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചൊക്കെ നോക്കുക. ഇവിടെ ഇതാണ് ആ ചേട്ടൻ ഉണക്കിക്കൊണ്ടിരുന്ന ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ പരിപാടി കഴിഞ്ഞ് പുള്ളി പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വണ്ടിക്കകത്തേക്ക് കയറാം. നമുക്ക് വെളിയിൽ നിന്ന് അവിടെ ഇപ്പോൾ 2 പിള്ളേർ വന്നിട്ടുണ്ട്, മീൻ പിടിക്കാനോ മറ്റാണ്. നമുക്ക് എഡിറ്റിംഗ് പരിപാടികളൊക്കെ വണ്ടിക്ക് അകത്തിരുന്ന് ചെയ്യാം. അല്ലെങ്കിൽ അമ്മാതിരി
ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. സോ നമുക്ക് വീഡിയോ. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഞാൻ നമ്മുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി ആയിട്ടുണ്ട്. കൊള്ളാലോ, എൻട്രി ആയപ്പോൾ തന്നെ നല്ല പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങി. ഒരു 2000+ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയിട്ടുണ്ട്, 150 ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടി വന്നില്ല. ഓക്കെ, 3000 4000. ഓക്കെ, 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്ന ട്രേഡേഴ്സ്. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റ് വെച്ചേക്കാം. സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. 633 583 49,000 പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. നമ്മളുടെ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 6112 613 റേഞ്ചിൽ മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വലിയ താമസമില്ലാതെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മളൊരു 7000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതാ. നമ്മുടെ ഓർഡർ ബുക്ക് ഒരു 1 മിനിറ്റ്, എക്സാക്ട്ലി 1 മിനിറ്റ് എടുത്തുള്ളൂ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. രാവിലെ തൊട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യുമായിരുന്നു. സോ നമ്മുടെ ഒരു 940 ക്യാൻഡിലിൽ നമ്മൾ നമ്മുടെ ഫിബോയെ ഡ്രോ ചെയ്തു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫിബോ 940 ക്യാൻഡിലും മേളിയും താഴത്തോട്ട് വരയ്ക്കുന്നു. നമ്മളുടെ ലൈനെ ജസ്റ്റ് ഇതിനൊന്ന് നല്ല രീതിയിലൊന്ന് പ്ലോട്ട് ചെയ്യട്ടെ, എന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫിബോയെ പ്ലോട്ട് ചെയ്യുന്നു. 0.6 ലെവലിൽ നമ്മളുടെ ലൈനെ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. ലൈനെ ഡ്രോ ചെയ്ത് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തു, റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ലൈന് തൊട്ട് മുന്നേ എത്തി റിവേഴ്സിൽ എടുക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ, സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യം വന്നില്ല. ഇതാണ്, ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തത്. ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വയ്ക്കാൻ. അറിയാമല്ലോ നിങ്ങൾക്ക്, എല്ലാ ദിവസവും വയ്ക്കുന്ന പോലെ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് കിട്ടി. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ലാബ് ക്ലോസ്ഡ്, ലാബ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ട്രേഡിംഗ് വീഡിയോ മാത്രം ഇട്ടാൽ അത് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ഇങ്ങനത്തെയൊക്കെ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. സോ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരു ടൈം പാസിന് വേണ്ടി മാത്രം ചെയ്തതാണ്. താങ്ക് യു, ബൈ.